നമുക്കൊപ്പം ചേർന്ന് ഇനി കൊച്ചി വൈറ്റില ഹബ്ബിലേക്ക് വിപിൻ സി വിജയൻ തത്സമയം വൈറ്റില ഹബ്ബിൽ നിന്നുള്ള വിവരങ്ങൾ ചേരുന്നു. ഒരുപാട് വണ്ടികൾ വന്നു പോകുന്ന വൈറ്റില ഹബ്ബിൽ എന്താണ് അവസ്ഥ? ഒരുപാട് യാത്രക്കാർ വലഞ്ഞിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണോ? ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് അവിടെ നിന്ന്? ഗുഡ് മോർണിംഗ് SKN. ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലേക്ക് കൊച്ചിയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് വൈറ്റില ഹബ്ബിലാണ്. വൈറ്റില ഹബ്ബിൽ ഇതുവരെയും 2 KSRTC ബസ്സുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതായത് അന്തർ സംസ്ഥാന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് ഈ വൈറ്റില ഹബ്ബ്. ഇവിടേക്ക് ഇതുവരെയും ഒരു കൊട്ടാരക്കര ബസ്സും ഇപ്പോഴിതാ ഒരു മൂന്നാർ ബസ്, ഈ നിൽക്കുന്ന മൂന്നാർ ബസ്, ഇങ്ങനെ 2 ബസ്സുകൾ മാത്രമാണ് ഇതുവരെയും സർവീസായി വന്നിട്ടുള്ളൂ. ഇന്നലെ 12 മണി മുതൽ ബാക്കിയെല്ലാം തന്നെ സമരത്തിലേക്കാണ്. വിദേശത്ത് നിന്ന് വന്ന് ഉൾപ്പെടെയുള്ളവർ, മൂന്നാർ കാണാനൊക്കെ എത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഏറെ നേരമായി ബസ് സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് വാഹനങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം പല യാത്രക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ചേർത്തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ളവരാണ്. പക്ഷേ അവർക്ക് ബസ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് ബസ്സുകളുടെ സർവീസും വളരെ കുറവായിരിക്കും. ഒപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ടത് കൊച്ചിയെ സംബന്ധിച്ച് മെട്രോ സർവീസ് നടത്തുന്നു എന്നുള്ളതാണ്. മെട്രോ സർവീസ് ഉണ്ടാകും. ഒപ്പം തന്നെ വാട്ടർ മെട്രോയും സർവീസ് നടത്തും. എന്നാൽ ഇവിടെ നിന്നുള്ള ഈ മെട്രോ നഗരങ്ങളെയും മെട്രോയെയും ബന്ധിപ്പിക്കുന്ന ഫീഡർ ബസ്സുകൾ ഉണ്ടാവുകയില്ല. അത് പരിമിതമായിരിക്കും. അതായത് നെടുമ്പാശ്ശേരിയിലേക്ക് മാത്രമായിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള അവിടെ നിന്നും പുറത്തേക്ക്, അതായത് യാത്രക്കാർക്ക് പോകുന്നതിനുള്ള ടാക്സിക്ക് തടസ്സം ഉണ്ടാവുകയില്ല എന്നുള്ളത് ടാക്സി യൂണിയനുകളും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊതുവെ ഒരു ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വാണിജ്യ നഗരം കൂടി മാറുന്നു എന്നുള്ളതാണ്. IT മേഖലകളിലുള്ള ചില ഓഫീസുകൾ പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറമായി സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവധി മൂഡിലേക്ക് മധ്യ കേരളവും മാറിയിരിക്കുന്നു. ഇത് വൈറ്റില ഹബ്ബിൽ നിന്നുള്ള കാഴ്ചയാണ്. എല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തുന്നില്ല. ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ശേഷം, ഈ സമരം ആരംഭിച്ചതിന് ശേഷം ഉള്ള തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തിയിരുന്നു. പക്ഷേ അതിരാവിലെ ആയപ്പോൾ ഇവിടുത്തെ ഒരു ചിത്രം മാറി എന്നുള്ളതാണ്. ചേട്ടൻ എങ്ങോട്ടേക്കാ? ചേർത്തലേക്ക് ബസ്സില്ലല്ലോ. ഞാൻ ESA പോകാനായിട്ട് വന്നതാണ്. വേറൊരു വാഹനത്തിനവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു നിവൃത്തിയുള്ള ഇപ്പോൾ നടന്ന് നിങ്ങൾ ഹമ്പിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ പോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ മാറ്റിവെക്കാൻ പറ്റുമായിരുന്നില്ല അല്ലേ? അറിഞ്ഞിരുന്നോ എന്നിങ്ങനെ സമരമാണ്? ഇത്രയും ഗൗരവമാണെന്ന് അറിയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ 2-3 വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ യാത്രക്കാർക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ചായ പോലും കിട്ടാനായിട്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയില്ല. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ അസുഖമുള്ള ഒരാളാണ്. കണ്ണ് കാണിക്കാനായിട്ട് ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞ ഡോക്ടർ. അത്ര അവസ്ഥയല്ല. യെസ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ദുരിതം കൂടി യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട് ഈ അവസരത്തിൽ. SKN പറഞ്ഞതുപോലെ തന്നെ ഒരു ചായ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് കണ്ണ് കാണിക്കാനായി ഈ നഗരത്തിലേക്ക് എത്തിയതാണ്. ഇങ്ങനെ ആശുപത്രി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ആളുകൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ വാഹനങ്ങളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പല ഘട്ടങ്ങളിലായി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.